ഉദയം, മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഗോഡ്. ഉദയം എന്ന് പറയുമ്പം സൂര്യൻ ഉദിക്കുക എന്ന് നമ്മൾ പറയില്ല, ഉദിക്കുക, ഏതോ ഒരു കാര്യം ഉദിച്ച് വരുന്നതിനാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ജീവനുണ്ട്. അത് രാവിലെ തോറും സൂര്യപ്രകാശം പോലെ നമ്മളൊരു ദിവസം സൂര്യൻ ഉദിച്ചില്ല, എന്തായിരിക്കും സ്ഥിതി? നമ്മളെത്ര വലിയ മിടുക്കരാന്ന് പറഞ്ഞാൽ ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ തീർന്നു നമ്മുടെ കാര്യമില്ലേ? അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എല്ലാ ദിവസവും രാവിലെ നമ്മളെ വന്ന് തട്ടി ഉണർത്തിയില്ല എങ്കിൽ നമ്മൾ താണുപോകും. അപ്പോൾ ഉദയമെന്ന് പറയുമ്പം എന്തോ സംതിങ് ന്യൂ കമ്മിങ് ഇൻ ടു അവർ ഹാർട്ട്. ഇതിനകത്ത് വചനത്തിനകത്ത് കിടക്കുന്നതിന് മുമ്പ് ഈ ഡോക്ടർ ബിൽ വിൻസ്റ്റൺ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: വേർഡ്സ് ആർ കണ്ടെയ്നേഴ്സ് ഓഫ് പവർ ആൻഡ് ഫെയ്ത്ത്ഫുൾ വേർഡ്സ് റിലീസ് ദി അതോറിറ്റി ഓഫ് ഹെവൻ ഇൻ ടു എർത്തലി സിറ്റുവേഷൻ. അതായത് വചനം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ഇത് ശക്തമേറിയ കണ്ടെയ്നേഴ്സാണ്, പാത്രങ്ങളാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്യങ്ങളും ശക്തിയാണെന്ന്, ശക്തിയുടെ പാത്രങ്ങളായിട്ട് അത് വരുന്നത്. അപ്പോൾ വചനം വിശ്വാസത്തിലാണ് പറയുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ അധികാരത്തിൽ, സ്വർഗത്തിൻ്റെ അധികാരം അതിൻ്റെ കൂടെ ചേരുമ്പം ഈ ഭൂമിയിലുള്ള ഏതൊരു സാഹചര്യത്തിനും മാറ്റം വരും. പക്ഷെ ആ അധികാരത്തിൽ പറയാനുള്ള ശക്തി വരണമെങ്കിൽ ദൈവസാന്നിധ്യം വരണം, അത്രയേ ഉള്ളൂ. അത് അനുഭവിക്കുമ്പോൾ നമുക്കറിയുമ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പം പെട്ടെന്ന് നമുക്കറിയാം അവരുടെ മേലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. എന്നെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പം അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കൊച്ചുമകനെ, മോള് കല്യാണം കഴിച്ചിട്ട് ഒരു മകനുണ്ട്, അവനെ കാണാനായിട്ട്, അവനിപ്പോൾ 6 മാസത്തോളമായി, അവനെ കാണാനായിട്ട് പോയി. ചുമ്മാ പോയതെന്ന് അന്വേഷിക്കാൻ. അപ്പോൾ അവിടുത്തെ അപ്പച്ചന് അസുഖമായിട്ട് ആ സമയത്ത് പുള്ളിക്കാർ പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചപ്പം കുറേ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ വെളിച്ചം കണ്ടു. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു, ഭാരപ്പെടേണ്ട, എന്നാ പ്രശ്നമാണെങ്കിലും ദൈവത്തിൻ്റെ പ്രകാശമാണ് ഞാൻ കാണുന്നത്. അത്രയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ദ ഇംപ്ലിക്കേഷൻ, അതായത് ഞാൻ ഇരുട്ടല്ല കണ്ടത്, വെട്ടമാണ്, അത് അവർ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞിട്ട് അതാണ് എന്നെ ബലപ്പെടുത്തിയെന്ന്. ഒരു വാക്കാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് വേർഡ്സ് ആർ കണ്ടെയ്നേഴ്സ് ഓഫ് പവർ ആൻഡ് ഫെയ്ത്ത് ഫിൽഡ് വേർഡ്സ് റിലീസ് ദി അതോറിറ്റി ഓഫ് ഹെവൻ ഇൻ ടു എർത്തലി സിറ്റുവേഷൻസ്. ഭൂമിയിലുള്ള ഏതൊരു സാഹചര്യത്തിനും, പ്രശ്നം ഏതാണ്, വലുതാണ്, ചെറുതാണ്, ഒന്നും പ്രശ്നമല്ല. നമ്മൾ ദൈവവചനം പറയുമ്പോൾ അത് ഒരു കണ്ടെയ്നേഴ്സ് ഓഫ് പവറാണ്. പവർ, അതായത് ട്രാൻസ്ഫോമറിൽ നിന്ന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ ആളുകളുടെ മേൽ ചെന്ന് വ്യാപരിക്കുന്നുണ്ട്. അറിയുന്നുണ്ടോ? അതുപോലെ നെഗറ്റീവിനും ഉണ്ടെന്ന് ഓർക്കണേ. നല്ലതായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട്, നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത്, നമ്മളാലാകുന്ന വിധത്തിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ബാപ്റ്റിസത്തിനോ ഒരാളുകൾ സ്നേഹം കൊണ്ട്, അയ്യോ എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. നമ്മളെത്ര ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യൻ്റെ മുമ്പിൽ അപ്പിയറൻസ് ചെയ്യാൻ വേണ്ടി പോയെന്ന് അവരറിയുന്നില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനിയും ഇത് സ്നേഹമല്ലെന്നേ, അത് സ്നേഹമല്ല. എന്ത് കാണിച്ചാണ് അതിന് മെലിച്ചിലൊന്നും ഇല്ലെന്നേ. നിങ്ങളെ കണ്ടതിന് എനിക്ക് സന്തോഷമുണ്ട്, അങ്ങനെ ഒന്ന് പറയാമോ? ദാറ്റ് വിൽ മേക്ക് ദ ഡേ ഫോർ us. എത്ര ബന്ധപ്പെട്ടാണ്, ഒരു പ്രായം കഴിഞ്ഞ് എത്ര ബന്ധപ്പെട്ടാണ് നമ്മളൊന്ന് വൃത്തിയായിട്ട് ചെല്ലുന്നത് അവർക്കറിയത്തില്ല, നമുക്കേ അറിയത്തുള്ളൂ, ഇല്ലേ? നമ്മളവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഒരു വിളമ്പലൂടെ തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ പോലും തോന്നത്തില്ല. സോ എവറി ലിറ്റിൽ വേർഡ്, വെദർ ഗുഡ് ഓർ ബാഡ്, വി ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ ദാറ്റ് വി സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ജീസസ് സ്പീക്സ്. യേശു മഗ്ദലക്കാരത്തി മറിയയുടെ മുമ്പിൽ പാപിനിയായ സ്ത്രീയെ കൊണ്ട് മുൻവശത്ത്, അയ്യോ മോളെ നീ പാപം ചെയ്തോ എന്ന് യേശു ഒരു വാക്യം പോലും പറഞ്ഞില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ബട്ട് ഈ റെബ്യൂക്ക് ദി അതർ പീപ്പിൾ, കൊണ്ടുവന്നവരെ വഴക്കും. അതായിരിക്കണം നമ്മുടെ പ്രിൻസിപ്പിള്. എല്ലാവരിലും ബലഹീനതയുണ്ട്, അതുകൊണ്ട് തന്നെ ബലഹീനത മറന്ന് സ്നേഹിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ എന്ത് സ്നേഹമാണ്. ഐ നോട്ടീസ് തന്നെ പ്രായം ചെല്ലും തോറും മനുഷ്യൻ്റെ സ്വാർത്ഥത അങ്ങേയറ്റം, പരിശുദ്ധാത്മാവില്ലെങ്കിൽ അങ്ങേയറ്റം വചനം പറയുന്നവരിലും സ്വാർത്ഥത കാണുന്നുണ്ട്. അത് രാവിലെ ഒഴിഞ്ഞു മാറ്റിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തനം അല്ല ചെയ്യുന്നത്. ലെറ്റ് us ബി മോർ ഓണസ്റ്റ് ബിഫോർ ഗോഡ്. വേറെ ആരോടും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം. നമ്മളൊന്ന് മനസ്സിലാക്കണം, ദൈവപ്രവൃത്തി ചെയ്യുന്നവർ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാവ് കൊണ്ട് വേണ്ടാത്തത് പറയരുത്. പറഞ്ഞാൽ അത് തിരിച്ചടിക്കും, അതാണ് വേറൊരു. പിന്നെ പറയുന്നവർക്കത്, കേൾക്കുന്നവർക്കത് പ്രയാസം. അതുകൊണ്ട് എന്ത് നേടി? യു ഡോണ്ട് ഗെയിൻ എനിത്തിങ്. അതുപോലെ ഡോക്ടർ മൈൽസ് മൺറോ എന്ന് പറഞ്ഞ് വെൻ യു ആർ കറക്റ്റ്ലി അലൈൻഡ് യു ഡു നോട്ട് നീഡ് ടു അഡ്വർടൈസ് യുവർ സെൽഫ്. ഓർഡർ അനൗൺസസ് ഇറ്റ് സെൽഫ് ത്രൂ ഫ്രൂട്ട്.
അതായത് നമ്മൾ ദൈവവുമായിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ്, ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആകുമ്പം ദൈവം ഉയർത്തും നമ്മളെ. അതിലാരും വിദ്വേഷിപ്പിച്ചിട്ട് കാര്യമില്ല. അവൻ നിർത്തുന്നിടത്ത് നമ്മൾ 1000 പേരോട് ഇതിന് ഉത്തരവാദിത്വം ഞാനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഹീ വിൽ സ്പീക്ക് ഫോർ യു. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ എന്നോടാണ് ചോദിക്കേണ്ടതില്ലേ? നല്ല ബോഡി ബിൽഡ് ചെയ്ത ഒരു അപ്പൻ ഒരു 4 വയസ്സുള്ള പെങ്കൊച്ചിനെ ആങ്കൊച്ചിനെയൊക്കെ തോളത്ത് പിടിച്ചുകൊണ്ട് നടന്നാൽ ഒരൊറ്റ മനുഷ്യൻ ആ കുഞ്ഞിനെതിരായിട്ട് പറയുമോ? അതായിരിക്കണം നമ്മുടെ ബലം. എൻ്റെ ദൈവം ആര് എന്ന് എനിക്കറിയാനുള്ള വട്ട് ഈസ് പ്രാക്ടിക്കലി ഐ ബിലോങ് ടു ഹിം എന്നുള്ളത് രാവിലെ റീഅഫേം ചെയ്യുകയാണ്. അത് പ്രൊമോഷൻ കമത്ത് നൈദർ ഫ്രം ദി ഈസ്റ്റ് നോ ഫ്രം ദ വെസ്റ്റ് ബട്ട് ഫ്രം ദ ലോഡ്. എവിടെ നിന്നാണ് നമുക്കുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഉയർച്ച വരുന്നത്? അപ്പം നമ്മൾ ഈ പള്ളികളിലൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ധനഹ എന്നും എപ്പിഫനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വാക്യങ്ങൾ ഈ കേൾക്കാവുന്ന ഒരു സമയമാണ്. ധനഹ മീൻസ് ശുദ്ധീകരണമാണ്. എല്ലാത്തിനും ശുദ്ധീകരിക്കുന്നു, വെള്ളം ശുദ്ധീകരിക്കുന്നു, ചുറ്റുപാട് ആ വർഷം തുടങ്ങുമ്പോൾ എല്ലാം ശുദ്ധീകരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ചർച്ച് പറഞ്ഞ ഒരു പോയിൻ്റ് എന്നെ ടച്ച് ചെയ്തത്, അതായത് 2 തരത്തിൽ എപ്പിഫനി ആൻഡ് തിയോഫനി. തിയോഫനി എന്ന് പറയുന്നത്, എപ്പിഫനി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രകടനം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണ്. പക്ഷേ തിയോഫനിയെക്കുറിച്ച് പറയുമ്പം ദൈവത്തിൻ്റെ പ്രകടനം പരിശുദ്ധ തൃത്വത്തിൻ്റെ ഐക്യത്തിലും ദൗത്യത്തെയും അനാവരണം ചെയ്യുക. അതായത് ദൈവം എങ്ങനെയാണ് നമ്മളിൽ പ്രത്യക്ഷമാകുന്നത് എന്ന് ചർച്ചകളിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിതാവ് പുത്ര പരിശുദ്ധാത്മ അവരൊന്നിച്ച് ഒരുപോലെ നിന്ന് പ്രവർത്തിക്കുന്നു. അവർക്ക് വിഘടതയില്ല. ഈ പിതാപുത്ര പരിശുദ്ധാത്മാവാണ് എന്നെ ഈ വർഷം ഭരിക്കുന്നതെങ്കിൽ അവിടെ സമാധാനം എനിക്ക് വരണം. ബിക്കോസ് അബ്രഹാമിൻ്റെ അടുക്കൽ എല്ലാ ഹോപ്പും നശിച്ചിരിക്കുമ്പം അബ്രഹാം ചുമ്മാതെ നോക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മമ്രെ എന്ന സ്ഥലത്ത് ഇരിക്കുമ്പം 3 പേരൊന്നിച്ച്, അവർക്ക് 3 പേർക്കും ഒരേ ചിന്തയാണ്. ആ 3 പേര് വന്ന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അവരെ കണ്ടപ്പം അബ്രഹാം ഓടി ചെന്നിട്ട് പറയാം, എൻ്റെ കൂടെ വന്ന് എൻ്റെ ഭവനത്തിൽ എൻ്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ചേ വിടും. അവരവിടെ നിന്നു എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ ആടിനെ കണ്ടിക്കുന്നു, പിന്നെ വീട്ടിനകത്ത് സാറ പിന്നെ അപ്പം ഉണ്ടാക്കുന്നു. ഇതെല്ലാം കൊണ്ട് വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന 3 പേർക്കുണ്ട്. അവർ 3 പേരും ഒരുപോലെ അത് ഭക്ഷിക്കുന്നു. ഒരാൾ പറഞ്ഞില്ല ഇതിന് എരിവ് കൂടുതലാണെന്നും, വേറെ ആൾ പറഞ്ഞില്ല ഇത് കൊള്ളത്തില്ലെന്നും. ആരും പറഞ്ഞു. നമ്മുടെ ഒരു ഭവനത്തിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയ 4 അഭിപ്രായങ്ങളാണ്. പണ്ടങ്ങനെയൊന്നും പറയാനൊക്കത്തില്ലായിരുന്നു. ഒരു ഭക്ഷണം അമ്മ ഉണ്ടാക്കി വെക്കും, എന്താണെന്ന് വെച്ചാൽ കഴിച്ചോണം. 10 മക്കളുള്ള വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കി വെക്കും, അത് വേണമെങ്കിൽ കഴിച്ചോണം. ഇപ്പോൾ അങ്ങനെയാണോ? ഒരു മകനേ ഉള്ളൂ, അവൻ ഈ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഉടനെ വേറെണ്ണം ഉണ്ടാക്കി കൊടുക്കും. വി ആർ ചേഞ്ച്ഡ് എ ലോട്ട്. എവിടെയാണ് നമ്മൾ മാറേണ്ടത്? ദൈവത്തിൻ്റെ പ്രകടനം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പലയിടത്തും പോയിട്ട് ദൈവം ശുദ്ധീകരിച്ചെന്നൊക്കെ അവിടെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇവിടെ ശുദ്ധീകരിക്കുന്നില്ല, അവിടെ ശുദ്ധീകരിച്ച് എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കുന്നില്ല. ശുദ്ധീകരിക്കുക എന്ന് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നു. കർത്താവിനെ തന്നെ കാണിക്കുന്നതാണ് തിയോഫനി എന്ന് പറയുന്നത്. അതായത് പ്രകടനമാണ് ദൈവത്തിൻ്റെ. 3 പേരും പരിശുദ്ധ തൃത്വത്തിൻ്റെ, അതായത് ഐക്യത, അവരുടെ ദൗത്യം, അതുപോലെ അവരെ തന്നെ ഒന്നിച്ച് കാണിക്കുക. ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് മനുഷ്യരാശിയെ ക്ഷണിക്കുകയാണ്. എന്തായിരിക്കണം ഈ വർഷം? ദൈവവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തിലേക്ക് ദൈവം എന്നെ വിളിക്കുമ്പം ഭയന്ന് നിന്നിട്ട് കാര്യമില്ല. ഐ ആം കമ്മിങ് നിയറർ ക്ലോസർ ടു യു. ഈ ദൈവമില്ലാതെ ഏത് പ്രശ്നം പരിഹരിച്ചാലും അതിന് പ്രയോജനവും ഇല്ല. അത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ, നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ട് വെക്കും. അതാണ് എൻ്റെ മനസ്സിൽ ചിന്ത വരും. അത് എന്നാ കൊണ്ട് വിരിച്ച് വെച്ചാലും അതിൻ്റെ അടിയിൽ പ്ലാങ്ക് വെച്ച് അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചിട്ട് ആണി കൊണ്ട് അരച്ചില്ലെങ്കിൽ അതിങ്ങ് പൊങ്ങിപ്പോരും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അത് പൊങ്ങി ഇരിക്കുന്നതാണ്. അതേസമയം അത് നല്ലതായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറത്തില്ല. അതുപോലെ ഉറപ്പിക്കണം. ഞാനും ദൈവവുമായിട്ടുള്ള നല്ലവണ്ണം ദൃഢമായിട്ട് ഉറപ്പിച്ചിരിക്കണം. ഇത് വിഭജിക്കാൻ ഒക്കില്ല. എന്നെ ഇനി കണ്ടിട്ട് കാര്യമില്ല. എന്നെ കാണുന്നവർ യേശുവിനെ കാണണം. ഈ പ്രകടനം, ദൈവത്തിൻ്റെ ഈ തൃത്വത്തിൻ്റെ പ്രകടനം വ്യക്തമായിട്ട് കാണിച്ച ഒന്ന് സീനായ് മലയുടെ മുകളിൽ. സീനായ് മലയുടെ മുകളിലേക്ക് കർത്താവ് ദൈവം തമ്പുരാൻ മോശയെ വിളിക്കുകയാണ്, കം ഹിദർ, ഇവിടെയോട്ട് കയറി വാ. മോശ അനുസരിച്ചു. മോശ അടിയിൽ ചെന്നിട്ട് ദൈവം വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു. 40 ദിവസവും 40 രാത്രിയും പോയത് അറിയത്തില്ല. അതുപോലത്തെ സാന്നിധ്യമാണ്. ഈ ദൈവത്തെ നേരിട്ട് കണ്ടവരിട്ടുള്ളവർ പറയും അവർക്ക് വേറൊരു വ്യക്തിത്വമാണ് പിന്നെ വരുന്നത്. കാരണം അവൻ്റെ ആ പ്രഭ
അവൻ്റെ ശക്തി നമ്മുടെ മേലേക്ക് പകരുകയാണ്. അപ്പം ദൈവം മാനിഫെസ്റ്റേഷൻ, ഉദയം അല്ലെങ്കിൽ അവേക്കനിങ് എന്ന് പറയുന്നത് ദൈവം നമ്മളെ കാണിക്കാൻ വേണ്ടി തന്നെത്താനെ കാണിച്ച ഏറ്റവും വലിയ എക്സാമ്പിള് തൻ്റെ പുത്രനെ തന്നതാണ്. അതൊരു ബോധോദയമാണ്. നമ്മുടെ ബോധത്തിനെ വിളിച്ച് മനസ്സിലാക്കിച്ചു തരികയാണ്. ഇത് സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പം പല കാര്യങ്ങൾക്കും നമുക്ക് അറിയാൻ വയ്യാത്തതിന് ഉത്തരം കിട്ടും. പലപ്പോഴും പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ചില ഉത്തരങ്ങൾ പറയും, അത് എവിടെ നിന്ന് കിട്ടി അറിഞ്ഞുകൂടാ. ബിക്കോസ് ഗോഡ് ഗിവ്സ് ദ വിസ്ഡം. ദാനിയേൽ ബുക്ക് വായിച്ചിട്ടൊന്നും അല്ല വിസ്ഡം കിട്ടിയത്, ആണോ? അല്ല. ദാനിയേലിനെ പോലെ യോഹന്നാൻ ബുക്കൊന്നും ഒത്തിരി അന്ന് വായിച്ചിട്ടൊന്നും അല്ല വെളിപ്പാട് എഴുതിയത്. ഗോഡ് ഗിവ്സ് ദ ഡയറക്ഷൻ. പൗലോസ് 3-ാം സ്വർഗം കണ്ടതുകൊണ്ടാണ് എഴുതാനൊത്തത്. ദ നിയർനെസ് ഓഫ് ദ ലിവിങ് ഗോഡ്. അതായിരിക്കണം നമ്മുടെ ഉദയം, ആ ദൈവത്തിൻ്റെ. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പോകുന്നത് 7 നക്ഷത്രത്തിൻ്റെ നടുക്ക്, 7 നിലവിളക്കിൻ്റെ നടുക്ക് ശോഭയേറിയവൻ അവൻ വന്ന് എൻ്റെ ഭവനത്തിൽ നിൽക്കുന്നത് ഞാൻ കാണണം. അപ്പോൾ ഈ 2026 വിജയ ജീവിതത്തിന് ആവശ്യമുള്ളത് എല്ലാ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, നിശബ്ദരായിട്ട് ആദ്യമേ സൈലൻ്റായിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഏക വ്യക്തിയായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. അത് എഴുന്നേൽക്കുമ്പം ഇരിക്കുന്നിടത്ത് തന്നെ ദൈവവുമായിട്ട് ബന്ധപ്പെടാം. അത് മുട്ടുകുത്തേണ്ടിയൊരു മുട്ടുകുത്തുക, അതല്ല എഴുന്നേൽക്കാൻ വയ്യാത്തൊരു കിടന്നാണെങ്കിലും ദൈവവുമായിട്ട് ബന്ധപ്പെടുക. നടക്കാവുന്നൊരു നടന്ന് പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത്? അതുപോലെ നമുക്കങ്ങനെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെന്ന് യേശു കാണിച്ചു തന്നെ. രണ്ടാമത് ദൈവത്തിൻ്റെ കർത്തൃമേശയിലെ കുർബാന അനുഭവിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത. അത് ഒരുക്കത്തോടെ പോകുന്നവരായിരിക്കണം. ദൈവത്തെ ഓർക്കുന്നതിനും ദൈവം ചെയ്തത് മറക്കാതിരിക്കാനും അതുപോലെ പ്രയോജനം. 3, നമ്മുടെ പാപസ്വഭാവങ്ങളെ നമ്മൾ ദൈവത്തോട് പറഞ്ഞ് അഴിച്ചു മാറ്റണം. അഴുക്ക് സ്വഭാവങ്ങൾ എല്ലാവരിലും ഉണ്ടാകും കർത്താവ്. പിന്നെ ദൈവത്തിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്ത് വായിക്കണം. അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ദൈവ സ്വഭാവത്തിൻ്റെ ആ സ്നേഹം ഈ സ്നേഹം വരുമ്പോൾ ബാക്കി എല്ലാ ക്യാരക്ടറും വരും. അത് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്ന സ്നേഹമാണ്. ഈ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് 9 ഗുണങ്ങളിൽ സ്നേഹം, പിന്നെ അവസാനത്തേത് ഇന്ദ്രിയജയം. ഈ സ്നേഹമുണ്ടെങ്കിൽ, വിശുദ്ധ സ്നേഹമുണ്ടെങ്കിൽ ഇന്ദ്രിയജയമുണ്ട്. ഈ സ്നേഹത്തിന് ഇന്ദ്രിയജയത്തിന് ഇടയ്ക്ക് വേണം ബാക്കി ഗുണങ്ങൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഉണ്ടോ? സ്നേഹം, ഇന്ദ്രിയജയം, ഇതിന് നടുക്കാണ് ബാക്കി 7 ഇരിക്കുന്നത്. ഇതിനകത്ത് നിൽക്കണം. ഇതിനകത്തുനിന്ന് സ്നേഹം വികടമാകും കൂടുതലായി, ആവശ്യമില്ലാത്തടത്ത് കാണിച്ചു. ബഹുമാനം, വിനയം കാണിക്കുന്നു. വിനയം കാണിക്കേണ്ടത് എവിടാന്ന് ദൈവം പറയണം. ഞാൻ ചിലരെ കാണും, അവർക്ക് വലിയ വിനയമാണ്, പാവങ്ങളെടുക്ക് ചെന്നിട്ട് മുട്ടുകുത്തി വിനയമാണ്. എന്നാൽ വിനയം കാണിക്കേണ്ട അധികാരികളുടെ മുമ്പിൽ നീ വിനയം കാണിക്കാൻ പഠിക്കണം. ആദ്യ വിനയം ദൈവത്തിൻ്റെ മുമ്പിൽ. സോ ഈ ടേൺ അറൗണ്ട്. ഇതൊരു ബുദ്ധിഹീനതയാണ്. കാണിക്കേണ്ടത് നല്ല ഗുണങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ കാണിക്കേണ്ടത് റോങ് പ്ലേസ്. അപ്പം വിവേചനാത്മാവ് വേണം. ഇതൊക്കെ ചോദിച്ചാൽ ദൈവം തരും. കർത്താവുമായിട്ട് ദിനം പ്രതി രാവിലെ ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുക. ദൈവം നമ്മളെ അധികമായിട്ട് സ്നേഹിക്കും. അതാ നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നുണ്ട്. ദിനം പ്രതി പുതിയ മന്ന പറക്കിയെടുക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നതിന് സ്തോത്രം. ഇന്നലത്തെ മന്ന ഇന്ന് കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ വീണ്ടും പറയിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേട്ടത് മറന്നും പോയി. അതും വേറൊരു കാര്യം. ഭക്ഷണം കഴിച്ചതുപോലെ ഇന്നലെ എന്താ കഴിച്ചതെന്ന് ഞങ്ങൾ ഓർക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ഇന്നത്തേക്കുള്ളത് രാവിലെ ഉണർത്തി ചൂടട തരുന്നത് പോലെ തരുന്നതിന് നന്ദി പറയുന്നു. നിൻ്റെ സ്നേഹം അതിൽ കൂടെ ഒഴുകുകയാണ്. ഈ വചനങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ പരിവർത്തനം ചെയ്യണം. അത് ചെയ്തേ പറ്റൂ. അവിടുന്ന് അത് ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. നിൻ്റെ വിശ്വസ്തതയാണ് വചനത്തിനകത്ത് കാണുന്നത്. നിൻ്റെ വചനമാണ് അപ്പച്ചൻ്റെ ജീവന്. ഈ വചനം കൊണ്ടാണ് ഭൂമിയും ഭൂതലവും മുഴുവനും നിയന്ത്രിക്കുന്നത്, ഭവനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയം നീർത്തോട്, രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്കെ എങ്ങോട്ട് ഒഴുകണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പം പിന്നെ ആരുടെ ഹൃദയവും നിയന്ത്രിക്കാൻ നിനക്കറിയാം. ഞങ്ങളുടെ ഹൃദയം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഉറച്ചു നിൽക്കാനുള്ള കൃപ തരണമേ. 2026 ചാഞ്ചാടുന്ന ചഞ്ചലിപ്പിൻ്റെ, ഭയത്തിൻ്റെ, ഭീതിയുടെ ഹൃദയം ഉണ്ടാകരുത്. അല്ല, വെട്ടിപ്പോടും ശക്തിയോടും ബലത്തോടും നിൽക്കുന്ന ഹൃദയം അതപ്പച്ചനകത്തിട്ട് തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. നിന്നെ തന്നെ ഞങ്ങളിലേക്ക് പകരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങി അത് നിർത്തത്തില്ലല്ലോ.
അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. തലമുറകളിലേക്ക് ഈ സ്നേഹം ഒഴുകുന്നതിന് നന്ദി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.